താരിഫ് വർധനവിലും ട്രംപിന്റെ ഭീഷണിയിലും കുലുങ്ങാതെ മോദി സധൈര്യം മുന്നോട്ടു പോകുന്നുണ്ട് എന്ന കാര്യം വാസ്തവമാണ്. ഒന്നും മുന്നിൽ കാണാതെ മോദി അണുവിട കുലുങ്ങാതെ നിശബ്ദം എല്ലാം നോക്കി കണ്ടുകൊണ്ട് മൗനം പാലിച്ചിരിക്കില്ല എന്നും ഉറപ്പാണ്. എന്നാൽ ട്രംപിന്റെ ഭീഷണി ഇന്നു മുതൽ യാഥാർത്ഥ്യമായി മാറുമ്പോൾ ഇന്ത്യൻ വിപണിയെ അത് പിടിച്ചു കുലുക്കി കഴിഞ്ഞു എന്നുള്ള കാര്യം മാറ്റിവെക്കാൻ കഴിയില്ല. ഇനി അതിനെ അതിജീവിക്കാനുള്ള പുതിയ വഴികൾ തേടുക എന്ന ലക്ഷ്യത്തിലേക്കാണ് ഇന്ത്യ സഞ്ചരിക്കേണ്ടത്. അടുത്തയാഴ്ച ചൈനയിൽ നടക്കുന്ന ഉച്ചകോടിയിൽ ഒന്നിക്കുന്ന ലോക നേതാക്കന്മാർക്കൊക്കെ ട്രംപ് അടിച്ചേൽപ്പിച്ച താരിഫിന്റെ ഭാരം തന്നെയാണ് ചർച്ച ചെയ്യാനുള്ളത്. ഇന്ത്യ, ചൈന, റഷ്യ കൂട്ടുകെട്ടുണ്ടാകുമെന്നും അതിനു പിന്നിൽ അണിനിരന്നുകൊണ്ട് ട്രംപിനെതിരെ യുദ്ധം നയിക്കാമെന്നും കരുതുന്ന രാജ്യങ്ങൾ ഒരുപാടുണ്ട്. എല്ലാവരും ചൈനീസ് ഉച്ചകോടിയെ അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയിലാണ് ഉറ്റുനോക്കുന്നത്. പക്ഷേ ഇന്നത്തെ പുലർച്ചെ മുതൽ ട്രംപിന്റെ താരിഫ് ഭീഷണി പ്രാബല്യത്തിൽ വന്നപ്പോൾ ഇന്ത്യൻ ഓഹരി വിപണി ഉൾപ്പെടെ ഒന്ന് കുലുങ്ങി. ഇന്ത്യക്കെതിരെ അധിക തീരുവ ചുമത്താനുള്ള കരട് ഉത്തരവ് US പുറത്തുവിട്ടതോടെ നിഫ്റ്റിയും സെൻസെക്സും ഇടിഞ്ഞു. സെൻസെക്സ് 849.37 പോയിന്റ് അഥവാ 1.04% ഇടിഞ്ഞ് 80,784.54 ലെവലിലും നിഫ്റ്റി 255.7 പോയിന്റ് അഥവാ 1.02% ഇടിഞ്ഞ് 24,712.05 ലെവലിലുമാണ് ക്ലോസ് ചെയ്തത്. 1,167 ഓഹരികൾ മുന്നേറിയപ്പോൾ 2,751 ഓഹരികളാണ് ഇടിവ് നേരിട്ടത്. 152 എണ്ണത്തിന്റെ വിലയിൽ മാറ്റമില്ല. ശ്രീറാം ഫിനാൻസ്, സൺഫാർമ, ടാറ്റ സ്റ്റീൽ, ബജാജ് ഫിനാൻസ്, ട്രെൻഡ് എന്നീ ഓഹരികൾ കനത്ത നഷ്ടം നേരിട്ടപ്പോൾ ഐഷർ മോട്ടോഴ്സ്, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, മാരുതി സുസുക്കി, നെസ്ലെ ഇന്ത്യ, ITC എന്നിവയാണ് അല്പമെങ്കിലും നേട്ടം കുറിച്ചത്. FMCG ഒഴികെയുള്ള മേഖലാ സൂചികകൾ, പ്രത്യേകിച്ചും പൊതുമേഖലാ ബാങ്ക്, ലോഹം, ഫാർമ, ഓയിൽ ആൻഡ് ഗ്യാസ്, കൺസ്യൂമർ ഡ്യൂറബിൾസ്, റിയാലിറ്റി, ടെലികോം എന്നിവ 12% ഇടിഞ്ഞു. അതിനു പുറമെ തിരുപ്പൂർ ഉൾപ്പെടെയുള്ള മേഖലകളിലെ തുണിത്തര നിർമ്മാതാക്കൾ ഉൽപാദനം നിർത്തിവെച്ചതായി ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ എക്സ്പോർട്ട് ഓർഗനൈസേഷൻസ് വ്യക്തമാക്കിയിട്ടുണ്ട്. പുറം രാജ്യങ്ങളിലെ എതിരാളികൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനാവാതെ വന്നതോടെയാണ് ഈ നടപടി. തിരുപ്പൂർ, നോയിഡ, സൂറത്ത് എന്നിവിടങ്ങളിലെ വസ്ത്ര തുണിത്തര നിർമ്മാതാക്കളാണ് ഉൽപാദനം നിർത്തിവെച്ചത്. വിയറ്റ്നാം, ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള കുറഞ്ഞ ചിലവിലുള്ള തുണിത്തരങ്ങൾ നിർമ്മിക്കുന്ന എതിരാളികൾക്ക് മുന്നിൽ ഈ സ്ഥാപനങ്ങൾക്ക് പിടിച്ചു നിൽക്കാനാവാത്തതാണ് കാരണം. ഇന്ത്യൻ സമുദ്രോൽപ്പന്ന കയറ്റുമതിയുടെ ഏതാണ്ട് 40% US വിപണിയിലായതിനാൽ തീരുവ വർധന സ്റ്റോക്കുകളിൽ നഷ്ടത്തിനും വിതരണ ശൃംഖലയിലെ തടസ്സങ്ങൾക്കും കർഷകരുടെ ദുരിതത്തിനും കാരണമാകുമെന്നും FIEO പ്രസിഡന്റ് SC റഹാൽ അറിയിച്ചു. അതേസമയം US തീരുവ ഉയർത്തുന്ന വലിയ വെല്ലുവിളി മറികടക്കാൻ സർക്കാരിൽ നിന്ന് അടിയന്തര സഹായം വേണമെന്ന് കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി അറിയിച്ചു. ഇന്ത്യയിലെ വസ്ത്ര തുണിത്തര കയറ്റുമതിക്കാരുടെ ഭാവിയും രാജ്യത്തിനുണ്ടാകുന്ന വിദേശ നാണയ നഷ്ടവും മാത്രമല്ല, ഈ മേഖലയിലെ എണ്ണമറ്റ തൊഴിലവസരങ്ങളും 2030 $100 ബില്യൺ വസ്ത്ര തുണിത്തര കയറ്റുമതി എന്ന ദേശീയ ലക്ഷ്യം കൈവരിക്കാനുള്ള സാധ്യതകളുമാണ് പ്രതിസന്ധിയിലാകുന്നതെന്നും CITI അറിയിച്ചു. ഇത്തരത്തിൽ ഓരോ വിപണിയെയും താരിഫ് പ്രത്യക്ഷമായും പരോക്ഷമായും ബാധിച്ചു തുടങ്ങുമ്പോൾ ദ്രുതഗതിയിൽ ഒരു നടപടി ഉണ്ടായില്ല എങ്കിൽ അത് രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ നിമിഷ നേരം കൊണ്ട് പിടിച്ചു നിർത്തുമെന്ന കാര്യം ഉറപ്പാണ്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച